ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയും ചൂരൽമലയും നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വിങ്ങലായി തുടരുകയാണ്. അവരുടെ പുനരധിവാസത്തിന് അണമുറിയാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നഷ്ടമായവർക്കായി തന്റെ 82 സെന്റ് ഭൂമി ദാനം ചെയ്ത ഒരു 74-കാരിയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചിതറ സ്വദേശി ഹീരാലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന കാലത്താണ് ചിതറ സ്വദേശിനി ഹീരാലാൽ തന്റെ 82 സെന്റ് ഭൂമി മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കൈമാറാൻ തീരുമാനിച്ചത്. വാർത്താമാധ്യമങ്ങൾ ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ സങ്കടം കണ്ട് സഹിക്കാനാകാതെയാണ് ഹീരാലാൽ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത്. ചിതറ തോട്ടുമുക്കിന് സമീപം റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന 82 സെന്റ് ഭൂമിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി സൗജന്യമായി നൽകുക എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. അത് ഏതെങ്കിലും വിമർശകരായ സാധുക്കൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. ആ സമയത്ത് ഇതുപോലെ വയനാട് ദുരന്തത്തിന്റെ കഥ വന്നു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അതിനെ വിറ്റ് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി അതിൽ 20 സെന്റ് വസ്തു വിട്ടിട്ട് ബാക്കി 82 സെന്റ് സ്ഥലം ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി ഹീരാലാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സർക്കാർ ഉടൻ ഹീരാലാൽ നൽകിയ ഭൂമി ഏറ്റെടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മുണ്ടക്കൈ ദുരിതബാധിതർക്കായി ലഭിച്ച ഭൂമി പതിച്ചു നൽകാനുള്ള നടപടികൾ സർക്കാർ ഉടൻ ആരംഭിക്കും. റവന്യൂ വകുപ്പായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. പിന്നീട് ജില്ലാ കളക്ടർമാരായിരിക്കും ഇത്തരം ഭൂമി പതിച്ചു നൽകുക. 2018 പ്രളയവും പിന്നീട് അങ്ങോട്ട് ഒരുപിടി പ്രകൃതി ദുരന്തങ്ങളും മലയാളികൾ അതിജീവിച്ചത് പരസ്പരം ചേർത്ത് പിടിച്ചാണ്. ആ കേരള മാതൃകയുടെ തുടർച്ചയാണ് ഹീരാലാൽ എന്ന ഈ 72-കാരിയും. ഇത്തരം നല്ല മാതൃകകൾ ഇനിയും തുടരട്ടെ. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം എ വി ജയശങ്കർ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. അപ്പോഴങ്ങനെ നല്ല നല്ല കഥകൾ ഉണ്ടാകുന്നു, നല്ല നല്ല മാതൃകകൾ ഉണ്ടാകുന്നു. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് ആ റിപ്പോർട്ട് കാണുമ്പോൾ പറയാനുള്ളത്.